Yeah. Next Madalasa. Madalasa. കഴിഞ്ഞു. ഞാനത് സ്പോട്ട് നമ്പർ 4 പോകണം. സ്പോട്ട് നമ്പർ 4 Crane Dan Bank. This heavy which is natural mostly on sandstone and clay houses. സോ ഇത് നമ്മൾ അടുത്ത് പോകുന്ന സ്ഥലം പറഞ്ഞാൽ 72 മീറ്റർ ഡീപ്പാണ്. നമുക്ക് എത്ര 8 മീറ്റർ ആണെന്ന് എക്സിപ്മെന്റ് കാണാൻ ഇത് നാച്ചുറലി ഫോം ആയ ഒരു കേവ് ആണ്. 2019 ഇത് ഡിസ്കവർ ചെയ്തത്. ഇത് 70 മീറ്റർ വൈഡൻസ് എന്നാണ്. ഇത് മഴയത്താണ് ഇത് ഡിസ്കവർ ആയെന്നാ പറയുന്നത്. എന്തൊക്കെ തന്നെയാലും നമ്മൾ അടുത്തതിലേക്ക് പോവുകയാണ്. ഇറ്റ്സ് ക്വൈറ്റ് ട്രിക്കി. ഐ തിങ്ക് ഇറ്റ്സ് ക്വൈറ്റ് ചാലഞ്ചിങ്. ഓക്കെ നൈസ്. ആരാം സേ ബി വെരി കെയർഫുൾ ഗൈസ്. ഇവിടെ വെള്ളവും മറ്റും വീഴുന്നുണ്ട്. ഓക്കെ അല്ലേ ഗൈസ്? ഇത് ഇറ്റ്സ് എ ഡിഫറെൻറ്റ് എക്സ്പീരിയൻസ്. തല കുനിഞ്ഞു വേണേ, തല ഇനി ഇടിക്കും ഗൈസ്. നമുക്കിവിടെ തല കുനിഞ്ഞേ പോകാൻ പറ്റുള്ളൂ. ഏതൊരു വെള്ളത്തിൻ്റെ സമയത്ത് ഇതൊന്നും വീഴുന്ന പറയുന്നത്. ഗൈസ് ദിസ് ഈസ് എ ബ്യൂട്ടിഫുൾ. സി നമ്മൾ ഇങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ കാണുക. ഇത് കണ്ടില്ലേ? ദൈവമേ, എക്കോ അടിക്കുന്നുണ്ട് ഗൈസ്. എൻ്റെ കുടുംബക്കാരെ, നിങ്ങളിത് കാണുന്നുണ്ടോ? വാവ് ഗൈസ്, സൂപ്പർ. 84 മീറ്റർ 8 സ്റ്റെപ്പായിരുന്നു ആദ്യം വിസിബിൾ ആണ്. അത് പാർക്ക് കമ്മിറ്റി മെമ്പേഴ്സ് ഡിസ്കവർ ചെയ്തത്. മഴകേഷ് വാവ് സൂക്ഷിച്ചേ ഗൈസ്. അവർ നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടോ? പറയാണ്ടിരിക്കാൻ പറയാം. സോ ഈ വീഡിയോസ് ലെങ്തി ആയിരിക്കും ചിലപ്പോൾ നിങ്ങൾക്കത്. വാവ് സൂപ്പർ. സി ഇതെന്തോ കേവാ. ഇത് നമ്മുടെ നേച്ചർ ഇത്രത്തോളം അത്ഭുതങ്ങൾ നമുക്ക് കരുതി വെച്ചാൽ നമ്മളത് സസ്റ്റൈനബിൾ ആണ്. നമുക്ക് നല്ല രീതിക്ക് യൂസ് ചെയ്താൽ കൊള്ളാം. ഇന്ന് ഞങ്ങൾ അവിടെ വെച്ച് കണ്ട ഒരാൾ പറയുന്നുണ്ട് സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റോട് പറ്റത്തില്ല അങ്ങനെയാണ്. പക്ഷേ അങ്ങനെയുള്ള ആൾക്കാരാണ് നമ്മുടെ ശാപം. സത്യമായിട്ടും പറയുക. സോറി ടു സേ ദാറ്റ്. നമ്മുടെ ഫ്യൂച്ചർ ജനറേഷൻ, എൻ്റെ കുഞ്ഞുകൂടി, എന്നെ മീൻസ് ഞങ്ങളുടെ കുഞ്ഞുകൂടി ഇതൊക്കെ കണ്ടിട്ട് നിങ്ങൾ നശിപ്പിച്ചു. അല്ല ഞാനെന്ത് പറയുന്ന. വാ ദിസ് ഈസ് ബ്യൂട്ടിഫുൾ ഡ്യൂഡ്. ദിസ് ഈസ് ഓസം. എനിക്ക് സ്പീച്ച്ലെസ് ആണ് ഗൈസ്. നോക്കി, നിങ്ങൾ സ്റ്റെപ്പ് നോക്കി. വാവ് വാവ്. സൂര്യ ചറക്കുന്നുണ്ട് രാമേ, കേട്ടോ? മുട്ട് പിടിക്കുന്നുണ്ട് ഗൈസ്. ഇതിൻ്റെ അമ്മോ. വാവ്. പണ്ടേ ദുർബലം, പിന്നെ ഗർഭിണിയും കൂടെ ആയാലോ. കഷിത് ദ ടൈറ്റ് ഡിങ് റൂട്ട് വാട്ടർ. നമ്മളടുത്ത് പോകുന്നത് റൂട്ട് വാട്ടർഫോൾ കാണാനാണ്. ചലോ നമുക്ക് റൂട്ട് വാട്ടർഫോൾ കാണാം. എന്തിനാണ് ഈ കോൺക്രീറ്റ് ബിൽഡിങ്സ് കെട്ടിപ്പോക്കുന്നതെന്ന് എനിക്കറിയില്ല. ക്രാക്ക്. ഞങ്ങൾ മഴയത്ത് വന്നിട്ട് ചിറാപ്പുഞ്ചി മഴയത്തൊക്കെ പാട്ട് പാടണമെന്നൊക്കെ കരുതി. പക്ഷെ നടന്നില്ല. ചിറാപ്പുഞ്ചി മഴയത്തുള്ള പാട്ടൊക്കെ പാടാൻ വേണ്ടി വന്ന ആൾക്കാരെ ഞങ്ങൾ, പക്ഷെ നടന്നില്ല ഗൈസ്. അടുത്തത് ഗൈസ്, ഇത് റൂട്ട് വാട്ടർഫോൾ അല്ലേ? റൂട്ടിൻ്റെ എന്തോ സംഭവം വരുന്നത്. അപ്പോൾ എനിക്കൊന്ന് റൂട്ടിൽ നിന്ന് വരുന്നത് കൊണ്ടാകണം. നിങ്ങളിത് കാണുന്നുണ്ടോ? നിങ്ങൾക്കത് കാണാൻ പറ്റുന്നുണ്ടോ? ഞാൻ എൻ്റെ ലെൻസിൽ പൊടി പോലെ ഉണ്ടോടെ. എന്നോട് ക്ഷമിക്കുക, എനിക്ക് ലെൻസ് കുറയ്ക്കണം പറഞ്ഞു ഗൈസ്. നിങ്ങളിത് നോക്കൂ ഗൈസ്. ഇതിലേ പോയിട്ട് എനിക്കിരിക്കാനകത്ത് ഉയർന്ന ഫുള്ള് തുടരാം. ചേട്ടതാ കൂട്ടുകാരെ, അവിടെ നിന്ന് വെള്ളച്ചാട്ടം എടുക്കുകയാണ്. ഈ ക്യാമറ കൊണ്ട് വരാൻ പറ്റൂല. സോ കാശി തുംബ്ലാവ് സ്പോട്ട് നമ്പർ 6 നമ്മൾ അടുത്ത് പോകുന്നത്. ഈ വ്യൂ വന്നിട്ട് മനോഹരമായിരുന്നു, നല്ല രസമുണ്ടായിരുന്നു. അതിന് നമുക്ക് കുറച്ച് ടൈം അഡീഷണൽ എടുക്കുന്നുണ്ട്. ബട്ട് കാണാൻ സ്ഥലങ്ങൾ പുറത്തോട്ട് കണ്ടുപോകാൻ സെൻസിലാണ് നിൽക്കുന്നത്. നോക്കാം, ഈ റോക്ക് ഫോമേഷൻ കാണുന്നുണ്ടോ?
സംതിങ് ഇൻസൈൻ. നിങ്ങളിപ്പോൾ കാണുന്നത് ഇൻസൈനാണ്. എന്ത് രസം നോക്കി നിങ്ങൾ. എന്തൊരു വെള്ളച്ചാട്ടം ഇത്. നീളനോ ഇത്ര എന്തൊരു മഴയുള്ള സമയത്ത് നമ്മളിതൊക്കെ മഴയത്ത് വന്ന് കാണണേ. എന്ത് അഗ്രസീവ്, എന്ത് വൈൽഡാന്ന് ചിന്തിച്ചു. ഇത് കണ്ടോ സൺലൈറ്റ് വരുന്നത്. വാവ് വാവ് സൂപ്പർ. അപ്പോൾ നമ്മൾ അടുത്ത സ്പോട്ടിലേക്ക് പോകാം. ഓക്കെ, ഇത് ഉമിലാവായി ഫോൾസ് എന്നാണ് പറയുന്നത്. സ്റ്റോറി എന്താണെന്ന് പറയാം. ഇത് ഒരു തിക്ക് ഫോറസ്റ്റ് ആയിരുന്നു. പിന്നീട് നമ്മളൊരു 50-60 വർഷത്തിന് മുന്നേ വരയ്ക്കും പിന്നീട് കണ്ടതാണ്. എന്ന് പറഞ്ഞാൽ ഹണി എന്നാണ്. മീൻസ് ഹണി പ്രൊഡ്യൂസ് ബൈ ലവ്. വായി എന്ന് പറയുന്നത് ഒരു തരം ഇതാണ്, ബീ ആണ്. ബി ആ ബി കൂട്ടം കൂടി ലൈക്ക് ഫോറസ്റ്റിൽ ഉണ്ടായിരുന്ന സ്ഥലമാണ് ഇത്. അതുകൊണ്ടാണ് ഇതിന് ഗൈസ് നിങ്ങൾ കാണുന്നുണ്ടോ ഇത്? വാവ്, such a beautiful guys. Wow, you guys super. ഇതിൻ്റെ ഒമ്മു, this is the best spot ever. ഇതുപോലുള്ള ഏറ്റവും ബെസ്റ്റ് സ്പോട്ട് ഇതാണ് ഉമിലാവ്. വാവ് ഗൈസ്, നിങ്ങൾ നമ്മുടെ പിന്നിൽ കാണുന്ന ഉമിലായ് അല്ലേ? ഹണി അല്ലേ? ഒരു ബി ഉണ്ടാക്കുന്ന ഹണി. ബി ആണ്. ഓക്കെ, അപ്പോൾ എന്തായാലും ഇവിടുത്തെ ഏറ്റവും ടോളസ്റ്റ് ആയിട്ടുള്ള വാട്ടർഫോൾ എന്നാണ് പറയുന്നത്. പണ്ട് കാലത്ത് ഇവിടെ അത് ഗൈസ് സൂപ്പർ ഗൈസ്. നിങ്ങൾ ഞങ്ങളുടെ പിന്നിലോട്ട് നോക്കി കണ്ടോ ഞങ്ങളുടെ പിന്നിൽ നിങ്ങളിത്? വാവ് സൂപ്പർ സൂപ്പർ സൂപ്പർ. എൻ്റെ അമ്മോ, രാമു ഇഷ്ടപ്പെട്ടോടാ? വെള്ളത്തിൽ ഇറങ്ങുന്നില്ലല്ലോ, വേണ്ട. വാവ് ഗൈസ് 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 വാവ് വാവ്. റെയിൻബോ കൂടെ ഫീൽ ചെയ്യുന്നുണ്ടല്ലേ ഗൈസ്? ഇത് കണ്ടോ? എൻ്റെ അമ്മോ, എന്ത് ഹൈറ്റിന്നാണ് ഇത് വീഴുന്നത്. അങ്ങനെ ഉമിലാവി വാട്ടർഫോളിൻ്റെ പക്കത്തിൽ സ്ഥലം അടുത്തു നിന്നും ക്യാമറമാൻ വിഷ്ണുവിനൊപ്പം ക്യാമറ വുമൺ ഓൾറൗണ്ടർ ലേഡി ഫോട്ടോഗ്രാഫർ. ഓൾറൗണ്ടർ ആരാണ്? പ്രൊഫഷണൽ ഫോട്ടോഗ്രാഫർ, ലേഡി ഫോട്ടോഗ്രാഫർ. എൻ്റെ കാലം എൻ്റെ രാമു, എൻ്റെ കൊച്ചു. ഐ ലവ് യു ഗൈസ്. സത്യത്തിൽ ഒരു കാര്യം പറയാണ്ടിരിക്കും വയ്യ. എനിക്ക് എന്തൊക്കെ പ്രശ്നമുണ്ടെങ്കിലും ഞാൻ ഇവിടേക്ക് ഒരുമിച്ച് പോകാം. എന്തൊക്കെ വന്നാലും ഇതൊക്കെ ഭയങ്കര ലൈഫ് എക്സ്പീരിയൻസ് ആണ്. നമ്മുടെ നാട്ടിൽ പണ്ടൊക്കെ ഇതൊക്കെ ഉണ്ടായിരുന്നു, പക്ഷേ നമ്മൾ നശിപ്പിച്ചതാണ്. ഇവിടെയും മേഘാലയയിലും അതേ സെയിം കാര്യങ്ങൾ നടക്കുന്നുണ്ട്. ഒരു ലാക്ക് ഓഫ് സസ്റ്റൈനബിലിറ്റി ഇഷ്യൂസും കുറേ പ്രശ്നങ്ങളൊക്കെ നടക്കുന്നുണ്ട്. ഓവർ എക്സ്പ്ലോയിറ്റേഷൻ. ഇത് കേൾക്കുമ്പോൾ ഭയങ്കര സമാധാനം തോന്നുന്നുണ്ട്. നമ്മൾ അടുത്ത സ്പോട്ടിലേക്ക് പോകുന്ന വഴിക്കാവുന്ന എക്സിറ്റ് ആണെന്നല്ല, പക്ഷേ ഇവിടെ ബാമ്പു ബ്രിഡ്ജൊക്കെ ഉണ്ട് കേട്ടോ. നമുക്ക് നോക്കാം. ഇതാണ് നിങ്ങൾ കാണുന്ന ബാമ്പു ബ്രിഡ്ജ്. അവിടെ നിൽക്കുന്ന അവരെ ടൂറിസ്റ്റുകൾ ഫോട്ടോ എടുത്ത് മാറിയിട്ട് നമുക്ക് അങ്ങോട്ട് പോകാം. ഇതാണ് നിങ്ങൾ കാണുന്ന ബാമ്പു ബ്രിഡ്ജ്. നമ്മൾ ഈ ബാമ്പു ബ്രിഡ്ജ് പാസ് ചെയ്താൽ പോകുന്നത്. ഇതാണ് ആക്ച്വലി ഒരു അരുവി, ഒരു നീരുറോ എന്ന് പറയാം. ഇതേൻ്റെ ഇതൊരു പാറയിലോട്ടുള്ള ഒരു വുഡൻ ബ്രിഡ്ജ്. രാമേ, ഓവറോൾ ഇതുവരെ എൻ്റെ എക്സ്പീരിയൻസ് എങ്ങനെയാണ് പറയുക? എക്സ്പീരിയൻസ് വളരെ നല്ലതായിരുന്നു. നല്ല നേച്ചർ കുറേ കാണാൻ പറ്റി. കുറേ പാറകൾ കാണാൻ പറ്റി. രാജാക്കന്മാർ കുളിച്ചോണ്ട് അത് തന്നെ. രാജാക്കന്മാർ കിടന്നുറങ്ങി ഓപ്പൺ സിസ്റ്റം. രാജാക്കന്മാർ ഓപ്പൺ ആയിട്ട് കിടന്നുറങ്ങിയത്, ഓപ്പൺ ആയിട്ട് കുളിച്ച സ്ഥലങ്ങളാണ്. ആ സമയത്ത് ഞാൻ വിചാരിച്ചാൽ മതിയായിരുന്നു. ഇതൊക്കെ ഒരു കാരണം എഡിറ്റ് ചെയ്യുന്ന ഇയാളാണ്ട് പിന്നെ എനിക്കൊന്നും പറയാൻ പറ്റത്തില്ല. അടുത്ത സ്പോട്ടിലേക്ക് പോവാം. വേറെ നമ്മൾ വാഷ്റൂം യൂസ് ചെയ്യണം എനിക്ക്. നമ്മളടുത്ത് സ്പോട്ട് നമ്പർ 7 പോകണം. കഷാദ് അർഷാദ്, അതൊരു വാട്ടർഫോളാണ്. നമുക്ക് നോക്കാം അതെന്താണ്. ഇതുപോലെ എത്ര സ്പോട്ട്സാണ് ഉള്ളതെന്ന് എനിക്ക് കൃത്യമായിട്ട് അറിയില്ല. ഞങ്ങൾക്ക് രണ്ടാൾക്കൂടെയാണ്. ഞങ്ങൾ
ഇന്നത്തെ ഷെഡ്യൂൾ അൺപ്ലാൻ ആണ്. അവിടെ വന്നായിരുന്നെങ്കിൽ ഈ 7 സിസ്റ്റർ വാട്ടർഫോൾസൊക്കെയാണ് കിടന്നത്. പക്ഷേ അവിടെ നിന്ന് പോക്ക് നടക്കുന്നതാണ്. അവിടെ 7 സിസ്റ്റർ വാട്ടർഫോൾസിൽ ഒരു സിസ്റ്റർ പോലും ഇല്ലെന്നാണ് പോയ ആൾക്കാർ പറഞ്ഞത്. അവിടെ സോറി, ഇത് ഇച്ചിരി റിസ്ക് ആണ് കേട്ടോ. ഇത് ഇച്ചിരി നമ്മൾ ഓക്കെ, ഈ സ്പോട്ട് ഇച്ചിരി റിസ്ക് ആണ്, ക്യാച്ച് ചെയ്യണം. ഇത് ഇച്ചിരി നമ്മൾ താഴേക്ക് ഇറങ്ങണം. സോ അതാണ് നമ്മുടെ ലോങ് ഡിസ്റ്റൻസ് വ്യൂ കിട്ടുന്നത്. നമുക്ക് അവിടുന്ന് ഇത്രയും താഴേക്ക് ഇറങ്ങി പോകാം. നമ്മൾ അത്രയും കയറിയിട്ട് നമ്മളിവിടെ എത്തിയിട്ടുണ്ട്. ഇവിടെ കുളിക്കാനുള്ള സൗകര്യവും മറ്റുമുണ്ട്. ഈ സംഭവം വെച്ചാൽ ഈ അർസാദ് എന്ന കസൈദ് അർസാദ് എന്നാണ് പറയുന്നത് ഇതിൻ്റെ പേര്. അർസാദ് മീൻസ് കോൺഫ്ലുവൻസ് രണ്ട് റിവേഴ്സും മീറ്റ് ചെയ്യുന്ന സ്ഥലം എന്നാണ് പറയുന്നത്. ലാവൈ നമ്മുടെ ഡാം ഉമാലാവൈ കാരണം നമ്മൾ രണ്ട് വാട്ടർഫോൾസും മീറ്റ് ചെയ്യുന്നത് റിവേഴ്സും മീറ്റ് ചെയ്യുന്ന സ്ഥലം എന്നാണ് പറയുന്നത്. ഇത് ഗാർഡൻ ഓഫ് കേവ്സിൽ ഈ വോളിയം വെച്ച് നോക്കുമ്പോൾ ഏറ്റവും ലാർജസ്റ്റ് ആയിട്ടുള്ളതെന്നാണ് പറയുന്നത്. അയാളിത് ഇറങ്ങിയിട്ടുണ്ട് താഴേക്ക് വെള്ളത്തിലേക്ക്. ഞാൻ ചെറുക്കല്ലേ പക്ഷേ ഇപ്പം ഇങ്ങനെയാണെങ്കിൽ മഴയത്ത് എങ്ങനെയായിരിക്കും നമുക്ക് ചിന്തിക്കാൻ പറ്റും. എനിക്ക് തോന്നുന്നു രാമ ദ്വാക്കിയേക്കാൾ ക്രിസ്റ്റൽ ക്ലിയർ വാട്ടർ ഇതാണോ? നമുക്ക് അടി കാണാൻ പറ്റുന്നുണ്ടേ. എങ്ങനെ കസൈദ് അർസാദ് ദാദന്റെ ഫ്രണ്ട് മുന്നിൽ നിന്നും ക്യാമറാമാൻ വിഷ്ണുവിനൊപ്പം ഓൾറൗണ്ടർ അങ്ങനെ വെറും കാവ്യല്ലോ. പിന്നെ ഓൾറൗണ്ടർ ഫോട്ടോഗ്രാഫർ എൻ്റെ മാത്രം രാമു. ഇത് ബോട്ട് വിസിറ്റ് ആകും. നിങ്ങൾ കാണുന്നില്ല, നല്ല രസമുണ്ട്. നീ ഫോട്ടോ എടുത്തിട്ട് പോകും.